ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ ആശങ്കയുമായി ചേരനെല്ലൂർ നിവാസികൾ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് റോഡിന്റെ വീതി കുറച്ചുള്ള നിർമ്മാണവും അശാസ്ത്രീയ കാനന നിർമ്മാണവുമാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. വരാപ്പുഴ പാലം മുതൽ ഇടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വരെയാണ് ചേരാനെല്ലൂർ പഞ്ചായത്ത് കടന്നുപോകുന്നത്. ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി പഞ്ചായത്തിന് നൽകിയിട്ടില്ല. 7.5 മീറ്റർ വീതിയിലാണ് സർവീസ് റോഡുകൾ നിർമ്മിക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഭൂരിഭാഗം ഇടങ്ങളിലും 3.5 മുതൽ 5.5 മീറ്റർ വരെയാണ് വീതി. ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകാൻ ബുദ്ധിമുട്ടും. പ്രദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ദേശീയപാത അധികൃതരുടെ നടപടിയിൽ ആശങ്കയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ് പറഞ്ഞു. ഇപ്പൊ ദേശീയപാതയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 7.25 മീറ്റർ സർവീസ് റോഡാണ്. അതുപോലെ തന്നെ 1.5 മീറ്റർ കാനയും അതേപോലെ തന്നെ 1.5 മീറ്റർ ഫുട്പാത്തുമാണ്. ഇപ്പൊ ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാന ഉൾപ്പെടെ 5.5 മീറ്റർ മാത്രമാണ്. അപ്പൊ ഈ 5.5 മീറ്റർ സർവീസ് റോഡ് ഇവിടെ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദേശീയപാത അധികൃതർ. എങ്ങനെ ഇതിലെ ഒരു ബസ് പോകും? ഒരു ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയ എങ്ങനെ 5.5 മീറ്ററിൽ വണ്ടികൾ പോകും? എല്ലാ വണ്ടികളും ഈ ബസിന്റെ പുറകെ സഞ്ചരിക്കേണ്ട ഒരു ദുരവസ്ഥ ഇവിടെ നാളെ വന്നു ചേരും. അപ്പൊ 7.25 മീറ്റർ സർവീസ് റോഡ് വാഗ്ദാനം ചെയ്തിട്ട് 5.5 മീറ്ററിൽ ഇവര് ഏകപക്ഷീയമായിട്ട് നിർമ്മാണം നടത്തി പോകുന്നൊരു സാഹചര്യമാണ്. ട്രാൻസ്ഫോമർ മാറ്റാൻ കാലതാമസമുണ്ടായതോടെ അലൈൻമെന്റ് മാറ്റി S മോഡൽ വളച്ചാണ് കാന നിർമ്മിച്ചത്. ചിലയിടങ്ങളിൽ കാനയുടെ ഉയരം വീടിന്റെ സൺഷെയ്ഡ് വരെയാണ്. വീട്ടുകാർ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 7.25 മീറ്റർ സർവീസ് റോഡ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള വർക്ക് ഇവിടെ കാണുന്നില്ല. 4.5 മീറ്ററും 5.5 മീറ്ററും പല ഭാഗത്തും കുന്നംപുറം റമസ്ഥാനം മുതൽ നമ്മുടെ വരാപ്പുഴ പാലം വരെ നമുക്ക് ഇവിടെ വർക്കിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് ഇത്ര മീറ്ററിലാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ DPR എടുത്തു, ഇതെല്ലാം കാണിച്ചു. അതിനനുസരിച്ചുള്ള വർക്ക് നടത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വികസനത്തിന് എതിരല്ല. പക്ഷെ നാട്ടുകാർക്ക് സർവീസ് റോഡ് ഉപകാരപ്രദമായിരിക്കണം എന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിർമ്മാണം നിരീക്ഷിക്കാൻ ദേശീയപാത അധികൃതർ ആരും എത്തിയിട്ടില്ല എന്നതാണ് പരാതി. മന്ത്രി, കളക്ടർ, MLA എന്നിവർക്കുൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി.